ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ibis പെയിൻറ് എക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിലിം പോസ്റ്റർ വരച്ചെടുക്കുകയാണ്. ഈ ഒരു ടൈപ്പ് ആർട്ടുകളാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത്. ഇതെങ്ങനെ ibis പെയിൻറ്റിൽ നിന്ന് ചെയ്തെടുത്തു എന്നുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന റെഫറൻസ്, അതിൻ്റെ പാലറ്റ് ഇതൊക്കെ ഗൂഗിൾ ഡ്രൈവിലും അതുപോലെ ടെലിഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു പാർട്ട് 1 നോക്കുന്നത് എങ്ങനെ ആ ഒരു പോസ്റ്ററിൽ നിന്നും ടൈറ്റിൽ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ibis പെയിൻറ്റിൽ നിന്ന് തന്നെ സിമ്പിളായ മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമുക്കതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഇനി കട്ടൗട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ibis പെയിൻറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ മൈ ഗാലറി എന്ന ഓപ്ഷൻ കൊടുക്കുക. ടോപ്പിലായിട്ട് കാണുന്ന പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഇമ്പോർട്ട് പിക്ചർ നൽകുക. നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ക്യാൻവാസിൻ്റെ സൈസ് ചോദിക്കും. അത് ഹൈ ക്വാളിറ്റി എന്ന് തന്നെ കൊടുക്കുക. എക്സ്ട്രാക്ട് ലൈൻ ഡ്രോയിങ് ക്യാൻസൽ കൊടുക്കുക. ഇനി നേരെ ലെയറിലേക്ക് വന്ന് ഒരു പുതിയൊരു ലെയർ ഇതിന് മുകളിലായി എടുത്തു വെച്ച ശേഷം ആഡ് ചെയ്ത ഫോട്ടോ ലെയർ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ടൂളിൻ്റെ ഏരിയയിലേക്ക് വരിക. ടൂൾസിൻ്റെ ഏരിയയിൽ മാജിക് വാണ്ട് ടൂൾ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഈ ഒരു മാജിക് വാണ്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കളർ ബേസിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. താഴ്ഭാഗത്ത് സെറ്റ്, ആഡ്, സബ്സ്ട്രാക്റ്റ് ഇങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു തവണയെ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ആഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞാനിവിടെ ആഡ് യൂസ് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്നായി സെലക്ട് ചെയ്തെടുക്കുകയാണ്. മാജിക് വാണ്ട് ടൂൾ കൊണ്ട് സെലക്ട് ചെയ്ത ശേഷം ലെയറിലേക്ക് വന്ന് ഫോട്ടോ ലെയറിൽ തന്നെയാണോ സെലക്ഷൻ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ടോപ്പിലായി കാണുന്ന സെലക്ഷൻ ഏരിയയിൽ വന്ന് കട്ട് കൊടുക്കുക. കട്ട് കൊടുത്ത ശേഷം ലെയറിൽ വന്ന് പുതിയൊരു ലെയർ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ സെലക്ഷൻ ഏരിയയിൽ വന്ന് പേസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. പേസ്റ്റ് കൊടുത്ത് ടിക്ക് നൽകുക. ഇനി മാജിക് വാണ്ട് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത ആ ഒരു സെലക്ഷൻ റിമൂവ് ചെയ്യണം. അതിനായിട്ട് സെലക്ഷൻ ഏരിയയിൽ വന്ന് റിമൂവ് സെലക്ഷൻ ഏരിയ കൊടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ കട്ടൗട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഒരു പുതിയ ലെയർ തന്നെ ഉണ്ടാവും. നിങ്ങളെൻ്റെ ട്യൂട്ടോറിയൽ കണ്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളതെനിക്ക് വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ അയച്ചു തരിക. ഞാനതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇനി പാർട്ട് 2 വേണ്ടി കാത്തിരിക്കാം.